Welcome to Stargem Season 2 with Chittu Susan. ഈ ആഴ്ച we have an evergreen actor turned director. പുള്ളിയെക്കുറിച്ച് പറയുവാണെങ്കിൽ he has been in the cinema world for almost 25 years now. ഇപ്പോൾ അയാൾ ഞാനല്ല എന്ന സിനിമ ഡയറക്റ്റ് ചെയ്ത് ഡയറക്ടിംഗ് വേൾഡിൽ ഡെബ്യൂ ചെയ്യുകയും ചെയ്തു. But beyond all that, നമ്മളെല്ലാം ഓർക്കുന്നത് this is പൂച്ചക്കണ്ണ്. I'm in conversation with the very handsome Vineet Kumar. Hi. അയാൾ ഞാനല്ല എങ്ങനെ ഉണ്ടായിരുന്നു മൂവിയുടെ റിവ്യൂ സോ ഫാർ? നല്ല റിവ്യൂസാണ്. കാരണം നമ്മളൊരു സിനിമ ചെയ്യുന്ന സമയത്ത് പല സീൻസ് ചെയ്യുമ്പോഴും അത് എത്രമാത്രം വർക്കാവും എന്നുള്ളതിനെക്കുറിച്ച് പിന്നീട് നമ്മൾ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആവും. കാരണം നമ്മൾ ഒരേ സീൻ നമ്മൾ പലതവണ കാണുന്നുണ്ട്. പക്ഷേ തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസാണ്. ഞാൻ ഫസ്റ്റ് ഡേ ഫിലിം കണ്ടപ്പോൾ സർപ്രൈസ്ഡായി. കാരണം ചില സീൻസൊക്കെ നമ്മൾ ചെറിയൊരു ചിരി ഉണ്ടാവും എന്ന് വിചാരിച്ച് വലിയൊരു പൊട്ടിച്ചിരിയായിട്ട് വരുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഉണ്ട്, കുറേ സീൻസ് ഉണ്ട് ആക്ച്വലി. നല്ല എൻ്റർടൈനിങ് ആയിട്ടാണ് തോന്നിയത്. മൂവിനെ കുറിച്ചുള്ള സ്റ്റോറി ലൈൻ, ഹൗ ഇസ് ഇറ്റ്? സ്റ്റോറി പ്രകാശൻ എന്ന് പറയുന്ന ഫഹദ് ഫാസിൽ ചെയ്യുന്ന ക്യാരക്ടർ ഒരു 10-15 വർഷമായിട്ട് ഗുജറാത്തിലാണ് ജോലി ചെയ്യുന്നത്. അവൻ്റെ അമ്മാവൻ്റെ കൂടെയാണ്. അപ്പോൾ 10ാം ക്ലാസ് വരപ്പോൾ അമ്മ പറഞ്ഞു വിട്ടാണ് അവിടത്തേക്ക്. പിന്നീട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവൻ ബാംഗ്ലൂരിലേക്ക് വരുന്നതാണ്. അപ്പോൾ ആ ബാംഗ്ലൂരിൽ വന്നിട്ടുണ്ടാകുന്ന ഒരു 10 ഡേയ്സ്, ആ ഡേയ്സിൽ പ്രകാശൻ്റെ ലൈഫിൽ ഇതുവരെ പ്രകാശൻ അറിഞ്ഞിട്ടില്ലാത്ത അല്ലെങ്കിൽ കണ്ടിട്ടില്ലാത്ത ചില ഷാഡോസ് വന്ന് വീഴുന്നതാണ് പ്രകാശന്. അത് ഭയങ്കര രസകരമായിട്ട് പറഞ്ഞു. ഡയറക്ടർ എക്സ്പീരിയൻസ് അല്ലേ പുതിയതായിട്ട്? ഹൗ ഇസ് ഇറ്റ്? വാസ് ഇറ്റ് ക്രേസി? ഡിറക്ഷൻ എന്ന് പറയുന്നത് ഞാൻ ഒരു ദിവസം എടുത്ത ഒരു തീരുമാനമല്ല. ഞാൻ കുറേ നാളായിട്ട് എനിക്ക് ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത് ഒരുപക്ഷെ എൻ്റെ കുട്ടിക്കാലത്തേലൊരു പാഷനാണ്. സോ സിനിമയുടെ പാർട്ട് അല്ലെങ്കിൽ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ നിന്ന് നമ്മൾ ഡിറക്ഷനിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് അതിനകത്ത് റിസ്ക് ഉണ്ട്. അതേസമയം ഒരുപാട് ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒത്തിരി കൂടുതൽ ഫാക്ടേഴ്സ് ആക്ടിങ്ങിനെക്കാട്ടിലും കൂടുതൽ ഉണ്ട്. കാരണം ആക്ടിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ആൾ ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു കൂട്ടം ഉണ്ടാക്കി ഒരു ഫ്രെയിമിലേക്ക് നമ്മൾ പോയി നിൽക്കുകയാണ്. അത് ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ എന്നുള്ളതിനപ്പുറത്ത് ആ ക്യാരക്ടർ എഴുതി ഉണ്ടാക്കുന്നത് തൊട്ട് അങ്ങനെ എല്ലാം മറ്റാരൊക്കെയോ ചെയ്തു വെച്ചിട്ട് നമ്മളവിടെ പോവാം. മറ്റേത് ഇത് നമ്മളതിൻ്റെ ഫ്രം ദ ബിഗിനിങ് ഒരു സ്പേസിൽ നിന്ന് എംപ്റ്റി സ്പേസിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട്. സോ ഇറ്റ്സ് എ ബിഗ് ടാസ്ക്. പക്ഷേ ഐ എൻജോയ്ഡ്. നമ്മളിപ്പോൾ ഒരാളോട് വർക്ക് ചെയ്യുമ്പോൾ യൂഷ്വലി ഒരു സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യും. ഏതെങ്കിലും ഒരു ഡയറക്ടറിൻ്റെ ഒരു സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യും. ആരുടെയാണ് സ്റ്റൈൽ ഓഫ് അഡോപ്ഷൻ? എനിക്കങ്ങനെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തുടങ്ങിയത് PN മേനോൻ എന്ന് പറയുന്ന വളരെ ഓഫ് ബീറ്റ് സിനിമകളിൽ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു നെയിമാണ്. പിന്നീട് അത് കഴിഞ്ഞ് ഹരിഹരൻ സാറിൻ്റെ വടക്കൻ വീരഗാഥ, സിബി സാറിൻ്റെ മുദ്ര, സിബി മലൽ സാറിൻ്റെ ഞാൻ ഒരു 6-7 സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രിയദർശൻ, കമൽ സാറ്, അങ്ങനെ ആ സമയത്ത് ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഡയറക്ടറെ ഫോളോ ചെയ്യണമെന്ന് ഞാൻ ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ല. ഞാനൊരു കഥ കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ കഥ അയാൾ ഞാനല്ല എന്ന് പറയുന്ന കഥ രഞ്ജിത്തേട്ടൻ്റെ കഥയാണ്. സോ രഞ്ജിത്തേട്ടനും ഞാനുമായിട്ടുള്ളൊരു അസോസിയേഷൻ എന്ന് പറയുന്നത് ഞങ്ങൾ ഒരുപാട് കഥകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് മുമ്പ്. ഈ അയാൾ ഞാനല്ല എന്ന് പറയുന്ന സിനിമയുടെ കഥ സംസാരിക്കുന്നതിന് മുമ്പ് ഒരുപാട് കഥകൾ ഞാൻ രഞ്ജിയേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും വളരെ പോസിറ്റീവായിട്ട് കുറേ കാര്യങ്ങൾ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചതിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു ഫീഡ്ബാക്ക് ഉണ്ട്. അവരെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സപ്പോർട്ടാണത്. അപ്പോൾ അത് കഴിഞ്ഞ് അയാൾ ഞാനല്ല എന്ന് പറയുന്ന കഥ കേട്ടപ്പോൾ ആ കഥയ്ക്ക് 2 ഭാഗമുണ്ട്. അതായത് വളരെ ഫിക്ഷണലായിട്ട് പോകുന്ന, വളരെ സിനിമാറ്റിക് ആയിട്ട് പോകുന്ന ഒരു സെക്കൻഡ് പാർട്ടും വളരെ റിയലിസ്റ്റിക് ആയിട്ട് പോകുന്ന ഒരു ഫസ്റ്റ് പാർട്ടും ഉണ്ട്. സോ അത് രണ്ടിനെയും എങ്ങനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ അത് ഇന്ന് ഡയറക്ടർ എങ്ങനെ ട്രീറ്റ് ചെയ്യും എന്ന് നോക്കിയിട്ടല്ല. എന്നിലൊരു ഡയറക്ടർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഒരു സീൻ കൺസീവ് ചെയ്യുമ്പോൾ അതെങ്ങനെ ഓഡിയന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഏറ്റവും രസകരമായിട്ട് എനിക്കറിയുന്ന ഒരു ഭാഷയാണ് അത്. നമ്മളിപ്പോൾ സംസാരിക്കുന്ന പോലെ തന്നെയാണ്. ഞാൻ എനിക്കറിയാവുന്ന ഭാഷയിൽ ഞാൻ എൻ്റെ വാക്കുകളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതേപോലെ സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് എന്നിലുള്ള ഡയറക്ടർക്ക് തോന്നുകയാണ് ഈ കഥ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ, ആ കഥ അങ്ങനെ പറഞ്ഞു, അത്രേ ഉള്ളൂ. ആക്ച്വലി ഞാൻ ഇതുവരെ ഉണ്ടാക്കിയ കഥകളൊക്കെയും തന്നെ എൻ്റെ കഥകളാണ്. പിന്നെ ഞാൻ ചില ഷോർട്ട് സ്റ്റോറീസ് ഞാൻ സിനിമയായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആഡ് ഫിലിംസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിനിമയാക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെ ഉണ്ടാക്കിയ കുറേ കഥകളും ക്യാരക്ടേഴ്സും ഉണ്ട്. ഹൗ ഡിഡ് യു പിക്ക് ദ കാസ്റ്റ്? അതായത് ഒരു പെർട്ടിക്കുലർ അപ്രോച്ച് ഉണ്ടായിരുന്നു? ബിക്കോസ് ഇതൊരു വേറൊരു ലൊക്കേഷനിൽ ചെയ്യുന്നത് തന്നെയാണ് സിനിമ. അപ്പം ഫ്രം ദ ലോട്ട് എങ്ങനെ? ഞാൻ ഇതിനകത്ത് ഇഷ എന്ന് പറയുന്ന ക്യാരക്ടർ മൃദുല ചെയ്യാൻ കാരണം ആ സമയത്ത് ഞാൻ കാസ്റ്റിംഗ് ടൈമിൽ എനിക്ക് സോക്കോൾഡ് നമ്മളുടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫേസ് എനിക്ക് അവിടെ പറ്റില്ല. അത് കഥയായിട്ട് ആ സിനിമ കണ്ടാലറിയാം. അപ്പോൾ ഞാൻ ആ നോക്കുന്ന സമയത്ത് വളരെ അവിചാരിതമായിട്ട് ഫേസ്ബുക്കിൽ ആരും എനിക്ക് ഷെയർ ചെയ്തൊരു ഫോട്ടോ ആണ് മൃദുലയുടേത്. അപ്പോൾ അത് എൻ്റെ ഇഷ എന്ന് പറഞ്ഞ് ഞാൻ മനസ്സിൽ കണ്ട ക്യാരക്ടറുമായിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു സാമ്യം ഉണ്ടായിരുന്നു. പിന്നീട് മൃദുലയെ ഞാൻ കോസ്റ്റ്യൂംസ് ഞങ്ങളുടെ മേക്കപ്പ് ടെസ്റ്റ് ചെയ്തു, കോസ്റ്റ്യൂംസ് ഇട്ട് കറക്റ്റായിട്ട് ആ ഔട്ട്ഫിറ്റിൽ മൃദുല ഭയങ്കരമായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് വേണ്ട ഒരു ഫീൽ ഉണ്ടായിരുന്നു, ഒരു നോർത്തി ലുക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് മൃദുലയുടെ കാസ്റ്റിംഗ് വരുന്നത്. ബാക്കി ഉണ്ടായ കാസ്റ്റിംഗ് ഒക്കെയും തന്നെ ഇപ്പോൾ ഗുജറാത്തിൽ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിനകത്ത് മലയാളികളുണ്ട് ഒരുപാട്, പക്ഷേ എല്ലാവരും ഗുജറാത്തി ലുക്കുള്ള കുറേ പേര് അതിലേക്ക് മാറ്റിയിട്ടുണ്ട്.
അങ്ങനെ ആ രീതിയിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാസ്റ്റിംഗ് വൈസ്. പിന്നെ ഇവിടെ ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ ശ്രീകുമാർ, ടിനി, നോബി, പിന്നെ നമ്മുടെ ദിനേഷ്, അങ്ങനെ എല്ലാവരും അവരുടെ ക്യാരക്ടർ ഭയങ്കര രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ആസ് എൻ ആക്ടർ നമ്മൾ മറ്റൊരാളെ പെർഫോം ചെയ്യിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടറിനെ ഓഡിയൻ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. മാഷിനെ കണ്ടു ഞാൻ കീഞ്ഞു പാഞ്ഞാണ്. കീഞ്ഞി പാഞ്ഞടഞ്ഞ്. അരുണേ ഇതേത് ഭാഷ? അല്ല എന്ത് കണ്ടിട്ടാണ് ഇവിടെ നിൽക്കുന്നത്? ഈ ഗാന്ധിജിയുടെ മണ്ണി കിടന്ന് മരിക്കണം. ഗുജറാത്ത് എന്ന് പറയുന്നത് വാസ് ഇറ്റ് വൺ ഓഫ് യുവർ ലോൺ ട്രാവൽ എക്സ്പീരിയൻസസിൽ നിന്ന് കണ്ടുപിടിച്ച ഒരു സ്ഥലമാണോ അതോ? അല്ല, ഞാൻ ഇതിൽ ഗുജറാത്ത് ആക്ച്വലി നമ്മൾ ഈ കഥ ആലോചിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു യാത്ര പോകാറുണ്ട്, എല്ലാ വർഷവും പോകുന്ന പോലെ. അപ്പോൾ ആ യാത്ര ശരിക്കും ഞാൻ പോയത് ബോംബെയിൽ നിന്ന് നേരെ പോർബന്ദർ, പിന്നെ അവിടുന്ന് ദ്വാരക, അങ്ങനെ കറങ്ങി കച്ച് വഴി. തന്നെ കച്ച്, അഹമ്മദാബാദ്. ബൈക്കല്ല, ട്രെയിൻ ഉണ്ട്, ബസ് ഉണ്ട്, ഫ്ലൈറ്റ് ഉണ്ട്, എല്ലാ രീതിയിലുള്ള ട്രാവലാണ്. കാരണം ഒരു പ്രീ പ്ലാൻ ട്രാവൽ അല്ല. ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്, ഒരുപാട് ദൂരങ്ങൾ നമ്മൾ പോയിട്ടുണ്ട്. പക്ഷെ അതൊക്കെയും പ്രീ പ്ലാൻഡ് ആയിരിക്കും. കാരണം നമ്മളെ പിക്ക് ചെയ്യാൻ ഒരു കാർ ഉണ്ടാവും, അല്ലെങ്കിൽ കറക്റ്റ് ട്രാവൽ പ്ലാൻ ഉണ്ടാവും, ടിക്കറ്റ്സ് നമുക്ക് വരും ഫ്ലൈറ്റ് ആണെങ്കിൽ. അപ്പോൾ അതൊന്ന് ബ്രേക്ക് ചെയ്യണം എന്ന് എനിക്കൊരാഗ്രഹം ഇത്രയും വർഷത്തിന് ശേഷം. അപ്പോൾ അത് ആദ്യത്തെ 2 ദിവസമൊക്കെ ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു ആ യാത്ര. കാരണം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ധാരണയില്ല. അപ്പോൾ ഒരു മാപ്പ് ഉണ്ടാകും കയ്യിൽ, ഗൂഗിൾ മാപ്പ് കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഇന്ന സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിക്കുമ്പോൾ അവിടത്തേക്കുള്ള ടിക്കറ്റിൻ്റെ അവൈലബിലിറ്റി നോക്കും. അത് ചിലപ്പോൾ എനിക്ക് ബസ്സിലായിരിക്കും കിട്ടുക, ചിലപ്പോൾ ട്രെയിനിലായിരിക്കും കിട്ടുക. അങ്ങനെയുള്ള ട്രാവലായിരുന്നു. അപ്പോൾ അതിൽ കുറേ ദൂരം നടന്ന് ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി സ്ഥലങ്ങളും കണ്ടുപിടിച്ചാണ്. അതന്നെ, അതിൽ ഒരുപാട് കുറേ ഗലീസും അങ്ങനെ കുറേ ആളുകളെ. അപ്പോൾ ആ യാത്ര അവിചാരിതമായിട്ടാണ് അത് ഗുജറാത്തിലെത്തിയത്. അതും സിനിമയായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല, ഇല്ല. പിന്നീട് കഴിഞ്ഞിട്ടുള്ള അത് ആ യാത്ര കഴിഞ്ഞൊരു 2 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ രഞ്ജിയേട്ടനായിട്ട് സംസാരിക്കുമ്പോൾ ഈ കഥ ഇങ്ങനെ ഗുജറാത്തിൽ നടക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. കാരണം ഞാൻ കണ്ട കുറേ സ്ഥലങ്ങളുണ്ട്, അതൊക്കെ എനിക്ക് പ്രേക്ഷകന് കാണിച്ചു കൊടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ലൊക്കേഷൻ ഹണ്ട് എന്ന് പറഞ്ഞിട്ട് ആദ്യം കച്ചിലല്ല, ഞങ്ങളിപ്പോൾ ഷൂട്ട് ചെയ്ത സ്ഥലത്തല്ല ഫസ്റ്റ് പോയത്. കാരണം ഗുജറാത്ത് വലിയൊരു സ്ഥലമാണ്. ആദ്യം ഞങ്ങൾ ബറോഡയിൽ പോയി, ബറോഡയിൽ നിന്ന് അഹമ്മദാബാദ്, അങ്ങനെയൊക്കെ പോയിട്ട് ഫൈനലി ഞാൻ മനസ്സിലുണ്ടായ സ്ഥലം വേറെ എവിടെയും എനിക്ക് കിട്ടിയില്ല. തിരിച്ച് കച്ചിലേക്ക് തന്നെ എത്തി. അങ്ങനെയാണ് കച്ചിന്ന് ഷൂട്ട്. ഈ സെറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, ലൊക്കേഷൻ്റെ കാര്യം പറഞ്ഞപ്പം എന്തെങ്കിലും ഒരു കോമഡി എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നോ വെൻ ആക്ച്വലി ഷൂട്ടിങ്ങിൻ്റെ സമയത്ത്? അല്ല, ഷൂട്ടിങ് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അത് ഭുജില് രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ അവിടുത്തെ പല സ്ഥലങ്ങളിലും ഇപ്പോഴും ഈ പഞ്ചായത്ത് രാജാണ്. നമ്മൾ ഈ ഹിന്ദി സിനിമകളിലൊക്കെ കാണുന്ന പോലെ പഞ്ചായത്ത് പ്രസിഡന്റും അവരുടെ കുറേ ഗുണ്ടകളും അതുപോലുള്ള ആളുകളാണ് അവിടെ പല സ്ഥലങ്ങളും ഭരിക്കുന്നത് ഇപ്പോഴും. അപ്പോൾ അതിൽ ഞങ്ങൾ ഫസ്റ്റ് ഡേ ഷൂട്ടിൽ ഫഹദ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും ക്യാമറമാനും മാത്രമായിട്ട് കുറച്ച് ലൊക്കേഷൻ, നമുക്ക് വേണ്ട കുറച്ച് ഏരിയകൾ ഷൂട്ട് ചെയ്യേണ്ട സ്ഥലങ്ങൾ, പിന്നെ കുറച്ച് അവിടുത്തെ ആംബിയൻസ് ഷൂട്ട് ചെയ്യണമായിരുന്നു. അങ്ങനെ ഒരു വില്ലേജിനകത്ത് പോയതാണ്. അപ്പോൾ ഞാനും ക്യാമറമാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഞങ്ങൾ അവിടെ ഷൂട്ട് ചെയ്ത് അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ അമ്പലത്തിൻ്റെ അവിടെ കുറേ പ്രാവുകൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പിറകുന്ന സൗണ്ട് വരുന്നുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ സൗണ്ട് കേൾക്കാം. പിന്നെ കുറേ ആളുകൾ ഞങ്ങളുടെ ചുറ്റും കൂടി വിളിക്കുന്നത് ചീത്തയാണ്, തെറിവിളിക്കുകയാണെന്ന് ഞങ്ങൾക്ക് മാത്രം മനസ്സിലായി. കാരണം അത് വളരെ വ്യക്തമായിരുന്നു. അങ്ങനെ ക്യാമറ എടുക്കാൻ പറഞ്ഞു. ക്യാമറയും ഞങ്ങൾ അസിസ്റ്റൻസിനെ എല്ലാവരും, ക്യാമറ അസിസ്റ്റൻറ്റിനെയും എന്നെയും ക്യാമറാമാനെയും നേരെ പഞ്ചായത്ത് അവിടെ ഒരു ഓഫീസ്, ഒരു കെട്ടിടമുണ്ട്, അവിടത്തേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞു അവിടെ ഒരു പുല്ലൊക്കെ ഇടുന്ന സ്ഥലമുണ്ട്, അവിടെ ഈ പശുക്കളാണ് ഏറ്റവും കൂടുതൽ. അങ്ങനെ ഈ പുല്ല് കൂട്ടി വെക്കുന്നതിനകത്ത് നമ്മുടെ ക്യാമറ കയറ്റാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ റിക്വസ്റ്റ് ചെയ്തു, അങ്ങനെ ക്യാമറ മാത്രം പറ്റില്ല, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കൂടെ അസിസ്റ്റൻറ്റും കയറ്റാൻ. അങ്ങനെ ക്യാമറ അസിസ്റ്റൻറ്റും ക്യാമറയും കൂടെ അതിനകത്തായി, ഞങ്ങൾ പുറത്തും. അപ്പോൾ നോക്കുമ്പോൾ ഞങ്ങളുടെ മാനേജേഴ്സ് എന്നൊക്കെ പറയുന്നവർ വരാൻ ഒരു 2-3 മണിക്കൂർ യാത്രയുണ്ട് അവരെത്താൻ. അപ്പോൾ ശ്യാം ആകെ ഡിസ്റ്റർബ്ഡായി. ശ്യാം ദത്താണ് ക്യാമറാമാൻ. അപ്പോൾ ശ്യാം പറഞ്ഞു, പിന്നെ എന്ത് ചെയ്യും, ഞാൻ അവിടെ നിൽക്കുക, നമുക്ക് നോക്കാം, എന്തെങ്കിലും ഒരു വഴി കിട്ടും. കാരണം എനിക്ക് ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. എനിക്ക് ഭയങ്കരമായിട്ട് ഒട്ടും ഞാൻ ഡിസ്റ്റർബ്ഡ് ആവില്ല, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒന്നും പാനിക് ആവില്ല. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തു. കാരണം ആ പഞ്ചായത്ത് പ്രസിഡന്റിന് ഗുജറാത്തി അറിയുള്ളൂ, ഹിന്ദി കുറച്ചേ അറിയുള്ളൂ. അപ്പോൾ എൻ്റെ അസിസ്റ്റൻ്റ് ഒരാളുണ്ട്, കമൽ. അപ്പോൾ കമലിന് ഹിന്ദി അറിയാം. ഞാൻ പറഞ്ഞു കമൽ പോയി സംസാരിക്കുന്നതൊക്കെ പറഞ്ഞു. കമൽ കുറേ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പുറത്തിങ്ങനെ നിന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ പ്രസിഡന്റും ഒരു 10 ആൾക്കാരും അയാളുടെ ചുറ്റുമുണ്ട്. അത് കഴിഞ്ഞ് കമൽ കുറേ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇവർ സമ്മതിക്കുന്നില്ല എന്ന് എനിക്ക് അവരുടെ ഇതിൽ നിന്ന് മനസ്സിലായി. അവസാനം ഞാൻ ചോദിച്ചു, ഞാൻ അകത്തോട്ട് വരട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ അകത്ത് ചെന്നു. അപ്പോൾ എനിക്ക് അത്യാവശ്യം ഹിന്ദി അറിയാം, ഗുജറാത്തി വലിയ പിടിയൊന്നുമില്ല. അങ്ങനെ അതന്നെ ചോറെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വ്യക്തമാക്കി കൊടുത്തു, ഞങ്ങൾ കള്ളന്മാരല്ല. കാരണം അവരുടെ അമ്പലത്തിൽ നിന്ന്, അവരുടെ പേടി അതായിരുന്നു, ഈ അമ്പലത്തിൽ നിന്ന് എന്തെങ്കിലും കൊള്ളയടിക്കാൻ വേണ്ടി ഞങ്ങൾ ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ 1.5 കോടി രൂപയുടെ ക്യാമറയും വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ കൊള്ളയടിക്കാൻ വേണ്ടി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. സോ അത് ഞങ്ങളുടെ സത്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ നിങ്ങളുടെ വില്ലേജും നിങ്ങളുടെ ഇവിടുത്തെ സംസ്കാരമൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണ്, കേരളത്തിൽ നിന്ന് വരുന്നതാണ്, ഇത്രയും ദൂരത്ത് നിന്ന് വന്നതാണ് എന്നൊക്കെ പറഞ്ഞു.
അപ്പോഴൊന്നും അവരനങ്ങുന്നില്ല. ഈ പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റിന് യാതൊരു ഭാവറ്റും ഇല്ലല്ലോ. മാനേജറോട് വരട്ടെ വന്നിട്ട് നമുക്ക് പുള്ളിക്ക് എന്താന്ന് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് നമ്മുടെ മാനേജർ വരണം, എന്നിട്ട് പുള്ളിയുടെ അടുത്ത് ക്ഷമ പറയണം, പിന്നെ പൈസ കൊടുക്കണം, അതായത് ഫൈൻ അങ്ങനെ. കാരണം പുള്ളിയുടെ പെർമിഷൻ ഇല്ലാതെ ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ ചെയ്തിരിക്കുന്ന കുറ്റം. അവസാനം ഇത് എങ്ങനെ നീങ്ങുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ സത്യമായിട്ട് ആത്മാർത്ഥമായിട്ട് പെട്ടെന്നൊരു വിഷമം വന്നു. കാരണം നമ്മൾ ഇത്രയും ദൂരം വന്ന് ഇത്രയും പെയിൻ എടുത്ത് സ്ട്രെയിൻ എടുത്ത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ അത് വന്നപ്പോൾ ഞാൻ വളരെ സെൻറ്റിയായിട്ട് ഞാൻ പറഞ്ഞു. അത് ഒരു പരിധിവരെ എന്നിലെ ആക്ടറും അവിടെ സപ്പോർട്ട് ചെയ്തു. ഞാൻ പറഞ്ഞു ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്, ബड़ी दर्द की बात है कि हम इतने दूर आकर आपका यहाँ का आपका जगह शूट करने आया था और हमारा सच्चाई तो बताया हमने, फिर भी आप ऐसे कर रहे हैं എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ബാക്കി 10 ആൾക്കാർ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്നെ തന്നെ. അവർ ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. കാരണം നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു തവണ കേരളത്തിലേക്ക് വന്ന് നോക്കും, അപ്പം നിങ്ങൾക്കറിയാം ഞങ്ങൾ എങ്ങനെയാണ് അതിഥികൾ സ്വീകരിക്കുന്നത്. നിങ്ങൾ എന്നിട്ട് ഞങ്ങളെ ഇത്രയും ഇതായിട്ട് അങ്ങനെ പറഞ്ഞപ്പോൾ അവരാകെ ഇതേ ഭാഗ്യത്തിന് ആരും ഇതുവരെ കേരളത്തിൽ വന്നിട്ടില്ല എന്നുള്ള വേറൊരു കാര്യം. ഇവരെല്ലാവരും പരസ്പരം ചർച്ച ചെയ്യാൻ തുടങ്ങി. അത് ശരിയാണ്, അവരുടെ ആരുടെയൊക്കെ ബന്ധുക്കളൊക്കെ ചില കേരളത്തിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, അങ്ങനെയാണോ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരായി ഈ 10 ആൾക്കാരിൽ കുറേ ആൾക്കാർ അങ്ങനെ ഇവർ പരസ്പരം സംസാരിച്ച് ലാസ്റ്റ് ഞങ്ങളുടെ അടുത്ത് ക്ഷമ പറഞ്ഞിട്ട് ഞങ്ങൾ വിട്ടു. ലേലു ആ ലെവലിൽ വിട്ട് അത് ഭയങ്കര രസമായിരുന്നു. പക്ഷെ ആ ഗുജറാത്തിന്റെ എനിക്ക് കുറെ ഷോട്ട്സ് എടുത്തിരിക്കുന്നത് ഭയങ്കര ഗ്രാസ്പിങ്, അതുകൊണ്ടാണ് തോന്നുന്നു. ബിക്കോസ് ഒരു വില്ലേജിന്റെ ഒരു കോൺസെപ്റ്റും കാരണം അതിനകത്ത് നമ്മൾ സ്ഥിരം കണ്ട് ശീലിച്ചിട്ടില്ല, അല്ലെങ്കിൽ മലയാള സിനിമ അധികം പരിചയിച്ചിട്ടില്ലാത്ത ഒരു രീതിയിൽ ആ ഏരിയ എനിക്ക് മേക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം പ്രകാശൻ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. പ്രകാശൻ എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയി എനിക്ക് പ്ലേസ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു ഏലിയനേറ്റഡ് സ്വഭാവം ആ ക്യാരക്ടറിനും ആ സീക്വൻസിനും വേണം. അതുകൊണ്ടാണ് അങ്ങനെ. അപ്പം ദാറ്റ് ഹോൾ സോങ് നീലവാൻ മൂക്കിലെ എന്ന് പറയുന്ന മൊത്തം ആ ഒരു കച്ചും എല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇത് മതി. ഈ ചിരി കയറുന്ന മൈലേജ് എത്ര അറിയാം? ना पाचिटा की ना मैं शेर, ना पाचिटा की ना पूरी सरसाई हूँ, ना मैं तोला ना मैं मासा, ना मैं तोला ना मैं मासा, उन तोल रती